നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ആർ യു റെഡി ഫോർ ദ എക്സാംസ്? നമ്മുടെ ഈ വരുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണോ? ശരി. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 സെഗ്മെന്റ് ആണ്. ഓക്കെ, 3 സെഗ്മെന്റിൽ നിങ്ങൾ 2 മിനിമം എന്തായാലും കണ്ടിരിക്കണം. 2 അല്ല 3 കണ്ടിരിക്കണം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നു, അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി 2 വീഡിയോ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സാമിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസും റെഗുലേഷൻസും, നിങ്ങൾ കൊണ്ടുപോകേണ്ട ഐറ്റംസ്, കൊണ്ടുപോകാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എക്സാമിന്റെ ടൈമിങ്, നമ്മുടെ ഹാളിൽ പാലിക്കേണ്ട കാര്യം, നിങ്ങൾ കൊണ്ടുപോകേണ്ട കാൽക്കുലേറ്റർ, ആൻസർ ചെയ്യേണ്ട രീതി, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുണ്ട്. അതാണ് 2ാമത്തെ വീഡിയോ. 3ാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന്റെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ തരുന്ന ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവില്ലേ, കുറേ പേജസ് ഉള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് പേജ് ഒരു OMR ഷീറ്റാണ്. ആ OMR ഷീറ്റിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടത്. ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ MCQ ഒക്കെ കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ഇപ്പൊ അതും OMR മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ OMR നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ്, സബ്ജക്റ്റിന്റെ നെയിം, എവിടെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ട ഇങ്ക്, ഇങ്ങനെ എല്ലാം ചേർത്തിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ ഒരു പെർഫോമ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിന്റെ ഒരു കോപ്പി ഞാൻ കാണിച്ചു തരാം. അതിൽ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് 3ാമത്തെ വീഡിയോ. അപ്പൊ ഇത് 3 നിങ്ങൾ കമ്പൽസറി ആയിട്ട് കണ്ടിരിക്കണം. ഇത് എന്തുകൊണ്ടാണ് 3 ആയിട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം എഴുതുന്ന സമയത്തായിരിക്കും കൂടുതൽ കൺഫ്യൂഷൻസ് വരിക. എന്തൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുപോകേണ്ടത്, നിങ്ങളുടെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണാൻ പറ്റും. രണ്ടാമത്തത് എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്, അതും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ആവശ്യം നിങ്ങൾക്ക് ആ വീഡിയോ മാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന. അപ്പോൾ ഈ 3 വീഡിയോ നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടിരിക്കണം. ശരി, ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരി, ഓക്കെ. സിമ്പിൾ പരിപാടിയാണ്, ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറാം. നിങ്ങളുടെ മൊബൈലിൽ ഇത് ചെയ്യാം, അല്ല കമ്പ്യൂട്ടേഴ്സോ ലാപ്ടോപ്സോ കഫേയിൽ പോകുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ ICMA നമ്മുടെ സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറിക്കൊള്ളാം. ശരി, കയറി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിലേക്ക് കയറി ഈ വരുന്ന ബാനർ നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. ക്ലോസ് ചെയ്ത് കളയുമ്പോൾ ഇവിടെ അപ്ഡേറ്റ്സ് കണ്ടോ, അപ്ഡേറ്റ്സ്. ഈ അപ്ഡേറ്റ്സിൽ ഉണ്ടാവും നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഫോർ December 2024 ടേം എക്സാമിനേഷൻ ഇവിടെ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ വിൻഡോയിലേക്ക് വരും. ഇനി സപ്പോസ് ഇതോടെ കണ്ടില്ല എന്ന് വെച്ചോ, നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചും കൂടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വന്ന് ഇത് മാഞ്ഞു പോയെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ടോപ്പിൽ നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ബാനർ ഉണ്ടാവും. ആ സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് ക്ലോസ് ചെയ്താൽ ഇത് ആഡാണെന്ന് വിട്ടേക്ക്. ഇവിടെ തൊട്ടടുത്ത് തന്നെ എക്സാമിനേഷൻസ് ഉണ്ടാവും. ആ എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും, കണ്ടോ, നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഇവിടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം, ഒരു വിൻഡോ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അത്രേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ശരി, അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് നോക്കാം. അപ്പൊ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ കറന്റ് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ശരി, ഞാനിവിടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ അടിക്കാം. ലോഗിൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇവിടെ വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാന്ന് നോക്കിക്കോളൂ. ഓക്കെ, ചിലപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും, ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, ചിലപ്പോൾ ബോത്ത്. ചില ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ആ കൺഫ്യൂഷൻ ഉറപ്പാക്കാനായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ്, ഫൈനൽ ആണെങ്കിൽ തേർഡ് ആണോ ഫോർത്ത് ആണോ നോക്കിക്കോളാം. ഫോർത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങളുടെ എലക്ടീവ് സബ്ജക്ട് ഏതാണോ നോക്കിക്കോളാം. അതിനുശേഷം ഏറ്റവും താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ എക്സാം സെന്റർ, നിങ്ങൾ പോകേണ്ട കോളേജ്, ഇത് നിങ്ങൾ നോക്കിക്കോളാം. എവിടെ ഉണ്ടാവുക എക്സാം സെന്റേഴ്സ്, നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ട കോളേജ് ഏതാണെന്നുണ്ടാവും. ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളാം. ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത്, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി ഇത് കഴിയില്ല, താഴേക്ക് വരുമ്പോൾ ഇവിടെ പ്രിന്റ് പേജ് എന്നുണ്ടാവും. ഇത് പ്രിന്റ് ചെയ്ത് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും കഫേയിൽ നിങ്ങൾക്ക് പ്രിന്റർ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പ്രിന്റ് പേജ് ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രിന്റ് എടുത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തൊട്ട് താഴെ നിങ്ങളുടെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഫൈനലിന്റെ എക്സാമിനേഷൻ രാവിലെ ആയിരിക്കും. അതുപോലെ ഇന്ററിന്റെ എക്സാമിനേഷൻ ഉച്ചയ്ക്കായിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ ചെയ്യില്ല. അതുപോലെ December 10 സ്റ്റാർട്ട് ചെയ്യും. 17 കണ്ടിന്യൂസ് ആയിട്ടുള്ള 8 ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻസ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഇൻവിജിലേറ്റർ, എക്സാമിന് നമ്മൾ നോക്കാൻ നിൽക്കുന്ന ഇൻവിജിലേറ്ററിലെ സാറിലെ, അവർ നമുക്ക് സൈൻ ചെയ്ത് തരും. നിങ്ങൾ എഴുതാൻ പോണ ഓരോ പേപ്പറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഒരു സൈൻ ചെയ്ത് തരും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സൈൻ നിങ്ങൾ മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സൈൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിറ്റ് കാർഡ് മാത്രം പോരാ, അഡ്മിറ്റ് കാർഡിന്റെ കൂടെ നിങ്ങൾ ഒരു വാലിഡ് ID കാർഡ് കൂടി കൊണ്ടുപോകണം. അഡ്മിറ്റ് കാർഡും ഒരു വാലിഡ് ID കാർഡും. ഞാൻ പറഞ്ഞില്ലേ, നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ഇവിടെ തൊട്ട് താഴെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ശരി, അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പൊ ചിലർക്ക് ഇവിടെ ഫോട്ടോ ബ്ലർ ആയിരിക്കും, ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതൊന്നും ഒരു കുഴപ്പമില്ല. അതാ പറയുന്നത്, ഈ അഡ്മിറ്റ് കാർഡിന്റെ കൂടെ നിങ്ങൾ ഒരു വാലിഡ് ID കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡോ വോട്ടേഴ്സ് ഐഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു വാലിഡ് ID കാർഡ്, ഫോട്ടോ ഉള്ള ഒരു ID കാർഡ് കൂടി കൊണ്ടുപോയാൽ മതി. വേറെ പ്രശ്നമില്ല. ഇനി അല്ല, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ID കാർഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. എന്നാലും നിങ്ങളൊരു ആധാർ കാർഡോ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാലിഡ് ഫോട്ടോ ID കാർഡ് എടുത്ത് വെച്ചാൽ മതി. ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇല്ല, സിഗ്നേച്ചർ ചെറുതായി പോയി, അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല.
ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ. ഇനി ബാക്കിയുള്ള 2 വീഡിയോസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് കാണണം. ഒന്ന് ഇൻസ്ട്രക്ഷൻസും ഒന്ന് നമ്മുടെ ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് ആ OMR ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടതെന്നും ആൻസർ എഴുതേണ്ട ഡീറ്റെയിൽസും ആ ടിപ്സും ട്രിക്സും ഒക്കെ ആയിരിക്കും അടുത്ത വീഡിയോ ഉണ്ടാവുക. അപ്പൊ ആ 2 വീഡിയോ നിങ്ങൾ കണ്ടോളാം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് കുട്ടികളെ. നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതാം, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ലാസ്റ്റ് മൊമെന്റ് ആണ്, ഒരു ഹാർഡ്ലി ഒരു 7 days മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. ബെസ്റ്റ് ഓഫ് ലക്ക്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.